എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ മിക്ക വ്യക്തികളും ബാങ്ക് ലോണുകളിൽ കുടുങ്ങി നിൽക്കുക. മിക്കർക്കും ലോൺ കുടിശ്ശികയാണ്. മിക്കരുടെ ലോണുകൾ NPA ആയിരിക്കുകയാണ്, നോൺ പെർഫോമിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചലിക്കാത്ത അക്കൗണ്ടുകളായിരിക്കുകയാണ്. മിക്കരും ജപ്തിയിലായി നിൽക്കുക. എന്താ ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് ചിന്തിച്ചു പോകുമ്പോൾ ജനം എവിടുന്ന് എടുത്ത് അടയ്ക്കും? നേരത്തെ എല്ലാവർക്കും തന്നെ കാർഷിക മേഖലയിൽ നിന്ന് വരുമാനമുണ്ടായിരുന്നു, മിക്കർക്കും പണികളുണ്ടായിരുന്നു, മിക്കർക്കും വരുമാനത്തിനുള്ള വഴികളുണ്ടായിരുന്നു. ഈ വരുമാനത്തിനുള്ള വഴികൾ നിലനിൽക്കുമെന്ന് ഓർത്ത് അനേകർ ഓരോരോ കാര്യങ്ങളിൽ കയറി ഇടപെട്ടു, ഓരോരോ ലോണുകളെടുത്തു, EMI എടുത്തു. എന്നാൽ വരുമാന മേഖല തകർന്നപ്പോൾ എല്ലാവരുടെയും ലോൺ അടവുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. എൻ്റെ മകന് UK പഠിച്ചപ്പോൾ അവിടുന്ന് ഒരു ലോൺ എടുത്തു, ഒരു പേഴ്സണൽ ലോണാണെന്ന് തോന്നുന്നു, അല്ലെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു. ഈ ദിവസങ്ങളിൽ അവിടെ പഠിത്തം കുറവായി അവൻ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അവിടുന്ന് അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പണിയില്ല, വരുമാനമായില്ല. ഓക്കെ, അവരത് സമ്മതിച്ചു. അവർ പറഞ്ഞു പണിയും വരുമാനമാകുമ്പോൾ അടച്ചാൽ മതി, നിയമപരമായിട്ട് നിലനിർത്തി കൊടുത്തു. ഞാനന്നേരം ഓർത്ത് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്ന പല കൂട്ട ആത്മഹത്യയുടെയും പുറകിൽ ഈ ബാങ്കുകാരുടെ പ്രഷറുണ്ട്. പല കൂട്ട ആത്മഹത്യയുടെയും പുറകിൽ ബ്ലേഡുകാരുടെ പ്രഷറുണ്ട്, ഈ EMIക്കാരുടെ പ്രഷറുണ്ട്. 10,000 രൂപയുടെ ഫോൺ എടുത്തിട്ട് അതിൻ്റെ EMI മുടങ്ങിയപ്പോൾ അവരുടെ പ്രഷർ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വ്യക്തി ആത്മഹത്യ ചെയ്ത ചരിത്രം നമുക്കറിയാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു പേഴ്സണൽ ലോൺ എടുത്തതാണ് എനിക്ക് ഏറ്റവും വലിയൊരു തലവേദന. അത് ഏറ്റവും അറിയപ്പെടുന്ന നാഷണൽ ബാങ്കിൽ നിന്നും പ്രൈവറ്റ് ബാങ്കുകാരെക്കാളും ശല്യമാണ്. 4,200 രൂപ എങ്ങാണ്ട് അതിൻ്റെ EMI. അതിന് അടയ്ക്കുന്നില്ലെന്നും വിളിക്കും, അടച്ചു കഴിഞ്ഞാൽ അടയ്ക്കുന്ന ഡേറ്റ് ആയെന്നും പറഞ്ഞ് വിളിക്കും. ഈ വിളിയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇന്ത്യയിൽ നിന്ന് എന്തുമാത്രം പൈസയായിട്ടാണ് ഓരോരുത്തർ വെളിയിലോട്ട് പോയത്. ഇത്രയും വിളിക്കാനൊക്കെ ഉത്തരവാദിത്തം ഉള്ളവരുണ്ടായിരുന്നു, ഇത് സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ സംഭവിക്കാനും പറയാനും പോകുന്ന കാര്യം ഇതാണ്. ഈ രീതിയിൽ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സമയത്ത് ജനപ്രതിനിധികളാണ് ഭരണത്തിലിരിക്കുന്നത് എന്ന് അവർക്കൊരു ബോധ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇപ്പം നിശ്ചയമായും ഈ ബാങ്കുകളുമായി ഇടപെടേണ്ട സമയമായി. ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് ബാങ്കുകളോട് പറയണം, കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയി കുടിശ്ശികളായി നിൽക്കുന്ന അല്ലെ ജപ്തിയിലേക്കൊക്കെ നിൽക്കുന്ന ലോണുകൾ ഒരു 2 വർഷത്തേക്കെങ്കിലും അല്ലെ ഒരു 3 വർഷത്തേക്ക് സാഹചര്യങ്ങളൊന്ന് അനുകൂലമാകുന്നത് വരേക്കും പലിശരഹിത മൊറട്ടോറിയം ഏർപ്പെടുത്തണം. പലിശരഹിത, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പണിയെടുക്കുന്ന പാര പണിയുന്ന മൊറട്ടോറിയം അല്ല. ഉണ്ടായിരുന്ന ലോണെല്ലാം പലിശയുടെ പലിശ എല്ലാം കൂടെ അടിച്ചു കയറ്റി കൊടുത്ത സൈസ് മൊറട്ടോറിയം അല്ല. ആ വെളിരാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ പണിയില്ല, വരുമാനമില്ലെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ആ ലോണുകൾ ഒരു നിശ്ചിത സമയത്തേക്ക്, ഒരു 2-3 വർഷത്തേക്ക് അത് പലിശ രഹിത മൊറട്ടോറിയം കൊടുത്ത് നിലനിർത്തുന്നില്ലെങ്കിൽ ഞാനിവിടുത്തെ ഗവൺമെൻറ്റുകളോട് പറയട്ടെ, കൂട്ട ആത്മഹത്യകൾ ഈ നാട്ടിൽ നടക്കും. കൂട്ട ആത്മഹത്യകൾ നടത്താലും ഗവൺമെൻറ്റിനൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഗവൺമെൻറ് എന്താ കാണിക്കും? 2-3 പോലീസുകാർ വരും, അവർ ആ ബോഡി എടുക്കും, അവർ പോസ്റ്റ്മോർട്ടം ചെയ്യും, എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടും. ഗവൺമെൻറ്റിന് എന്ത് പോകാനാ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ തെറ്റാ. ജനം എന്തുകൊണ്ട് ലോൺ എടുത്തു, എങ്ങനെ അത് അടച്ചിരുന്നു, ഇന്ന് എന്തുകൊണ്ട് അടയ്ക്കാൻ പറ്റാതെ വരുന്നു എന്നത് കൃത്യമായിട്ട് പഠിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ആരോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ 1ാം സ്ഥാനം ഗവൺമെൻറ്റിന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയും, ആർഭാടം കാണിക്കാൻ അത് ചെയ്തു, ആർഭാടം കാണിക്കാൻ ഇത് ചെയ്തു എന്നൊക്കെ. ആർഭാടം കാണിക്കാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ജനത്തിന് ഇത് അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെന്ന് അവൻ്റെ പേപ്പറുകൾ സിബിൽ പറഞ്ഞു. ബാങ്കുകാർ കൊടുക്കുന്ന ഒരു മാർക്കാണല്ലോ സിബിൽ പറഞ്ഞ് ഇവന് ഇത് അടയ്ക്കാനുള്ള വകുപ്പുണ്ട്, ഇവൻ്റെ അക്കൗണ്ടിൽ വരുമാനമുണ്ട്, ഇവന് വരുമാനമുണ്ട്, ഇവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വരുമാനത്തിനുള്ള വഴി എങ്ങനെ നിന്നു എന്നത് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനാ ഗവൺമെൻറ് അത് നോക്കിയിട്ട് ആ കുറഞ്ഞു പോയ വരുമാനത്തിനുള്ള പരിഹാരം, വരുമാനം ഉണ്ടാകാനുള്ള പരിഹാരം ഗവൺമെൻറ് ചെയ്താൽ മാത്രമേ ഇത് നിലനിർത്താൻ പറ്റുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നു, ലോൺ എടുത്ത വ്യക്തികൾ സത്യത്തിൽ അവർ ഈ ദേശത്തെ, ഈ നാടിനെ വിശ്വസിച്ചാണ് ലോൺ എടുത്തത്.
ഈ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് വിശ്വസിച്ചാണ് ലോൺ എടുത്തത്. ആ ലോൺ എടുത്തവരെല്ലാവരും തന്നെയും അത് തിരിച്ചടവുകൾ മുടങ്ങുകയോ കുടിശ്ശികയാകുകയോ ചെയ്ത് അവരെല്ലാം നാടുവിട്ടു പോകേണ്ട ഗതിയിലേക്കോ ആത്മഹത്യയിലേക്ക് പോകേണ്ട ഗതിയിലേക്കോ മാറുക. ഇത് പരിഹരിക്കാൻ പറ്റിയില്ല എന്ത് സംഭവിക്കുന്നൂടെ പറയാം. ജനത്തിൻ്റെ സാഹചര്യങ്ങൾ മാറും, ജനത്തിൻ്റെ മാനസിക നില തകരും, ജനം അക്രമത്തിലേക്ക് പോകും. ഇത് ഭീകരമായി കഴിഞ്ഞാൽ ഇത് നാട്ടിൽ അക്രമവും അരാജകത്വവും ഉണ്ടാവും. മനുഷ്യൻ്റെ വിശപ്പിലേക്ക് മനുഷ്യൻ പ്രത്യക്ഷമായിട്ട് ഇറങ്ങി വരുമ്പോൾ, അവനവൻ്റെ വീട്ടിലെ ഭാര്യയുടെയും മക്കളുടെയും വിശപ്പിലേക്ക് മനുഷ്യൻ വരുമ്പോൾ അവൻ സാമൂഹിക സംവിധാനം നോക്കില്ല. അങ്ങനെ വരുമ്പോൾ നാട്ടിൽ ഈ ക്രിമിനൽസ് കണ്ടമാനം ഉണ്ടാവും. അതിനെ പിന്നെ നിയന്ത്രിക്കാൻ പിന്നെ പോലീസുമായിട്ട് പോയാലും അവൻ ചിന്തിക്കും ഇത് ജയിലിൽ പോയി കിടന്നാൽ ഭക്ഷണം പോലും കിട്ടുമല്ലോ. ഇതൊരു സമയം കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്കോ പെൻഷൻകാർക്കോ ശമ്പളമില്ലാത്ത അവസ്ഥയിലോട്ട് വരും. അങ്ങനെ ശമ്പളവും ഇല്ല പെൻഷനും ഇല്ലെങ്കിൽ, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നു, കൃത്യമായി ശമ്പളവും പെൻഷനും കിട്ടുന്നവർ പറയും പ്ലാൻ ചെയ്ത് ജീവിക്കണമെന്ന്. പ്ലാൻ ചെയ്ത് ജീവിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ പ്ലാൻ ചെയ്യാൻ പണം അക്കൗണ്ടിൽ ശമ്പളമായിട്ടോ പെൻഷനായിട്ടോ വന്നില്ലെങ്കിൽ എന്നാ വെച്ച് പ്ലാൻ ചെയ്യും? ഇവിടുത്തെ കൃഷിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വരുന്നില്ല, ഇവിടുത്തെ വ്യാപാരികളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വരുന്നില്ല, ഇവിടുത്തെ വ്യവസായികളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വരുന്നില്ല, ഇവിടുത്തെ നിർമ്മാണ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല, ഖനനക്കാരുടെ അക്കൗണ്ടിലേക്ക് അത് വരുന്നില്ല, മൃഗങ്ങളെ വളർത്തുന്നവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. അവർ ധരിക്കുന്നത് ഇത് വരും, ഇതിനൊരു ഗുണം ഉണ്ടാകുന്ന. അങ്ങനെ ഉണ്ടാകുമെന്ന് ധരിക്കുന്നിടത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ അവരെ താങ്ങി നിർത്തി ആ ഒരു തലത്തിലെത്തിക്കേണ്ടത് ജനപ്രതിനിധികൾ എന്ന ലേബലിൽ ഭരണത്തിലിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം. അതിന് വേണേൽ ലോൺ എടുക്കണം. ശമ്പളം കൊടുക്കാൻ ലോൺ എടുക്കുന്നുണ്ടല്ലോ, ബാക്കി പല കാര്യത്തിനും ലോൺ എടുക്കുന്നുണ്ടല്ലോ. കൃഷിക്കാരനെ പിടിച്ചു നിർത്താൻ ലോൺ എടുക്കുക, പിടിച്ചു നിർത്താൻ അവസാനം എന്നതിലൊരു നക്കാപ്പിച്ച കൊടുത്താൽ പോരാ. ഏറ്റവും പ്രധാനമായിട്ട് അതുകൊണ്ട് പറയുന്നു, ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ജനത്തിൻ്റെ കൂടെ നിന്നേ മതിയാവും. അതിനാവശ്യമായ നടപടികൾ എടുത്തേ മതിയാവും. വൻ കോർപ്പറേറ്റുകളുടെ നികുതികൾ എഴുതി തള്ളുന്നുണ്ടല്ലോ, വൻ കോർപ്പറേറ്റുകൾക്ക് സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാ സാധാരണക്കാരൻ ഇത് പിടിച്ചു നിൽക്കാനുള്ള സംവിധാനം കൊടുക്കാത്തത്? അങ്ങനെ വരുമ്പോൾ വളരെ ശക്തമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എടുത്തേ മതിയാവും. ജനം ജീവിച്ചിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ജനത്തിനെ കൊള്ളയടിച്ച് സ്ഥാപനങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ളതല്ല കാര്യം. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ഒരു അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് ഈ നാടിനെ പിടിച്ചു നിർത്തണം, ഈ നാടിൻ്റെ ഭാവി ഉറപ്പിക്കണം എന്ന് ഓർപ്പിപ്പിക്കുമ്പോൾ തന്നെ ഏറ്റവും അത്യാവശ്യമായി EMI-കൾക്ക് പലിശരഹിതമായിട്ടൊരു 3 വർഷമെങ്കിലും മൊറട്ടോറിയം കൊടുക്കണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.